ഈ ദിനത്തിലെ പ്രധാനപ്പെട്ട വാർത്തകളുമായി വാർത്താമഴ ആരംഭിക്കുകയാണ്. മുംബൈയിൽ 17 കുട്ടികളെയും 2 മുതിർന്നവരെയും ബന്ദികളാക്കി നഗരത്തെ മുൾമുനയിൽ നിർത്തിയ അക്രമിയെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വെടിവെച്ചു കൊന്നു. സേനകളുടെ സംയുക്ത നീക്കത്തിലൂടെ കുട്ടികളെ സുരക്ഷിതരായി മോചിപ്പിച്ചു. സിനിമ ഓഡീഷന്റെ പേരിൽ കുട്ടികളെ ബന്ദികളാക്കിയതിന്റെ യഥാർത്ഥ കാരണം വ്യക്തമല്ല. പട്ടാപ്പകൽ 17 കുട്ടികളെ തോക്കിൻമുനയിൽ നിർത്തി നടത്തിയ ബന്ദി നാടകത്തിന്റെ ഞെട്ടലിലാണ് മുംബൈ നഗരം. ഈ രോഹിത് ആര്യ എന്നയാളാണ് ഈ കുട്ടികളെ പുതുതായി ചിത്രീകരിക്കുന്ന സിനിമയുടെ ഓഡീഷൻ എന്ന പേരിൽ ഈ RI സ്റ്റുഡിയോയിലേക്ക് വിളിപ്പിച്ചത്. അതിനുശേഷം ബന്ദിയാക്കുകയായിരുന്നു. പിന്നാലെ ഇയാൾ സോഷ്യൽ മീഡിയയിലും ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. ആ വീഡിയോയിൽ പറയുന്നത് താനൊരു ഭീകരനോ അല്ലെങ്കിൽ പണം ആവശ്യപ്പെട്ട് നടത്തുന്ന നാടകമോ ഇതല്ല, തനിക്ക് ചില കാര്യങ്ങൾ ചിലരോട് പറയേണ്ടതുണ്ട്, ആ ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ ഈ സ്റ്റുഡിയോയ്ക്ക് തീ വയ്ക്കുമെന്നും ആത്മഹത്യ ചെയ്തുമെന്നും ഇയാൾ ഭീഷണി മുഴക്കി. बहुत सिंपल डिमांड्स है, बहुत मॉरल डिमांड्स है, बहुत एथिकल डिमांड्स है और मेरे कुछ सवाल है. मुझे कुछ लोगों से बात करनी है, उनको सवाल पूछने हैं, उनके जवाब पर अगर मुझे काउंटर क्वेश्चन है तो मुझे काउंटर क्वेश्चन पूछना है, लेकिन मुझे ये जवाब चाहिए. मुझे दूसरा कुछ नहीं चाहिए. ना मैं टेररिस्ट हूँ, ना मेरी बहुत बड़ी पैसों की डिमांड है. कुछ भी पैसों की डिमांड तो है ही नहीं. इमोरल तो बिल्कुल भी नहीं है. ഈ കുട്ടികളെ ബന്ദികളാക്കിയ വിവരം അറിഞ്ഞ് ആൾക്കൂട്ടം ഈ സ്റ്റുഡിയോയ്ക്ക് മുന്നിൽ തടിച്ചുകൂടി. 1:45 മുംബൈ പോലീസിന് ഈ വിവരം ലഭിക്കുന്നത്. ഉടൻ തന്നെ ക്വിക്ക് റിയാക്ഷൻ ടീമും കമാൻഡോ ഫോഴ്സും ഇങ്ങോട്ടേക്ക് പാഞ്ഞെത്തി. പിന്നാലെ പോലീസ് മണിക്കൂറുകളോളം അവിടെ തമ്പടിച്ചൊരു ഓപ്പറേഷന് വേണ്ടി നീക്കുപോക്ക് നടത്തുകയായിരുന്നു. പിന്നീട് ഈ ബാത്റൂമിൻ്റെ ഗ്രില്ല് തകർത്താണ് കമാൻഡോ സംഘം അകത്തേക്ക് കയറിയത്. അവിടെ വെച്ച് ഇയാളെ അനുനയിപ്പിക്കാനുള്ള ഒരു പ്രാഥമിക ശ്രമം നടത്തിയെങ്കിലും ഇയാൾ വഴങ്ങിയില്ല. പോലീസിന് നേർക്ക് വെടിയുതിർക്കുകയായിരുന്നു. പോലീസ് തിരിച്ച് ഇയാളെ വെടിവെടിച്ച് കീഴ്പ്പെടുത്തി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഈ 17 പേരെയും ഒപ്പം തന്നെ ഈ കൂടെ ഉണ്ടായിരുന്ന 2 പേരെയും പോലീസ് സുരക്ഷിതമായി തന്നെ അവിടുന്ന് മോചിപ്പിച്ചു. കുട്ടികളെ രക്ഷിതാക്കളെ ഏൽപ്പിച്ചു. ഇയാൾ മുമ്പ് ഈ മുൻ സർക്കാർ, മഹാരാഷ്ട്രയിലെ മുൻ സർക്കാരുമായി ബന്ധപ്പെട്ട ചില പണമിടപാടുകൾ ഉണ്ടായിരുന്നതായി പോലീസ് വ്യക്തമാക്കി. വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ ഒരു സ്കൂളിൽ ഒരു പ്രോജക്റ്റ് ഇയാൾ ഏറ്റെടുത്ത് നടത്തിയിരുന്നു. അതിൽ കുറച്ച് പണം ഇയാൾക്ക് കിട്ടാനുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഈ കിട്ടാത്തതിൻ്റെ പേരിൽ ഇയാൾ മുൻ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിന് മുന്നിലൊക്കെ ഒറ്റയ്ക്ക് പ്രതിഷേധിച്ചിരുന്നു. കൂടാതെ ഇയാൾ ഇപ്പോൾ ഈ RI സ്റ്റുഡിയോയിലെ ജീവനക്കാരനാണ്. മാത്രമല്ല ഇയാൾക്ക് സ്വന്തമായി ഒരു യൂട്യൂബ് ചാനലുമുണ്ട്. ഇയാൾ ഒരു സിനിമാ നിർമ്മാതാവ്, ഒരു ഷോർട്ട് ഫിലിം ഡയറക്ടർ എന്നിങ്ങനെയൊക്കെയാണ് സ്വയം അവകാശപ്പെടുന്നത്. എന്തായാലും യഥാർത്ഥ കാരണം കണ്ടെത്താനുള്ള ഒരു ശ്രമത്തിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. ഇയാളുമായി ബന്ധപ്പെട്ട ആളുകളോടൊക്കെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. ഇയാളുടെ ഒരു പശ്ചാത്തലവും പോലീസ് അന്വേഷിച്ച് വരികയാണ്. ഇയാൾക്ക് മാനസിക പ്രശ്നം ഉള്ളതായിട്ടും പോലീസിന് ചില വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. PMC പദ്ധതിയിൽ സർക്കാർ ഒപ്പിട്ട നടപടിയെ വിമർശിച്ച് CPIM ജനറൽ സെക്രട്ടറി MA ബേബി മുന്നണിയിൽ ചർച്ച നടത്തുന്നതിന് മുൻപ് പദ്ധതിയിൽ ഒപ്പിട്ട സാഹചര്യം ഒഴിവാക്കേണ്ടതായിരുന്നുവെന്ന് MA ബേബി പറഞ്ഞു. CPIയുടെയും ബഹുജന സംഘടനകളുടെയും വിമർശനങ്ങൾ വേദനിപ്പിച്ചെന്ന മന്ത്രി വി ശിവൻകുട്ടി. CPI വി ശിവൻകുട്ടിയോട് ഖേദം പ്രകടിപ്പിച്ചു. പദ്ധതിയിൽ LDFലെ തർക്കം തീർത്തതിൽ CPIM ജനറൽ സെക്രട്ടറി MA ബേബിയെ CPI അഭിനന്ദിച്ചു. പദ്ധതിയിൽ CPIയുടെ വിമർശനവും അതിലുണ്ടായ വേദനയും മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെ തുറന്നു പറഞ്ഞതിന് പിന്നാലെയാണ് പാർട്ടി ജനറൽ സെക്രട്ടറി തന്നെ വിമർശനവുമായി രംഗത്തെത്തിയത്. മുന്നണിയിൽ ചർച്ച നടത്തുന്നതിന് മുമ്പ് പദ്ധതിയിൽ ഒപ്പിട്ട സാഹചര്യം ഒഴിവാക്കേണ്ടതായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രിസഭ ഉപസമിതി രൂപീകരിച്ചത്. ധാരണാപത്രം ഒപ്പിടേണ്ടിയിരുന്നത് എല്ലാവർക്കും വ്യക്തത വരുന്ന രീതിയിൽ ആകണമായിരുന്നുവെന്നും MA ബേബി പറഞ്ഞു. ചർച്ച നടത്തുന്നതിന് മുമ്പ് ഇങ്ങനെ ഒപ്പിടേണ്ടി വന്നത് ഒഴിവാക്കപ്പെടേണ്ടതായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മന്ത്രിസഭാ ഉപസമിതി അതെല്ലാം സംബന്ധിച്ച് ഒരു വ്യക്തത വരുത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. പദ്ധതിയിലെ തർക്കത്തിനിടെ CPI നേതാക്കളിൽ നിന്നും വിദ്യാർത്ഥി യുവജന സംഘടനകളിൽ നിന്നുണ്ടായ കടുത്ത പ്രതികരണത്തിൽ മന്ത്രി വി ശിവൻകുട്ടിക്ക് പരിഭവമുണ്ട്. AISF, AYF സംഘടനകളുടെ പ്രതിഷേധം വേദനിപ്പിച്ചെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തുറന്നു പറഞ്ഞു. മന്ത്രി GRNൽ MA ബേബിക്കെതിരെ നടത്തിയ പരാമർശത്തെയും വി ശിവൻകുട്ടി വിമർശിച്ചു. GRNൽ നടത്തിയ ഒരു പ്രസ്താവന എന്നെ മനസ്സിനെ വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പ്രകാശ് ബാബു MA ബേബിയെ സംബന്ധിച്ചിടത്തോളം നടത്തിയ വിമർശനം ഒട്ടും ശരിയായിട്ടില്ല എന്ന് പറഞ്ഞു. AIYFകാർ എൻ്റെ ഓഫീസിലത്തേക്ക് മാർച്ച് ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞു. പ്രതിപക്ഷത്തുള്ള ആൾക്കാർ നടത്തുന്നേക്കാൾ രൂക്ഷമായ വിമർശനമാണ് അവർ എന്നെ സംബന്ധിച്ച് നടത്തിയത്. സമരവുമായി ബന്ധപ്പെട്ട് മന്ത്രിക്ക് വേദന ഉണ്ടായെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നതായി AYF സംസ്ഥാന സെക്രട്ടറി DD ജിസ്മോൻ അറിയിച്ചു. സംഘടനയുടെ തീരുമാനമില്ലാതെ PMC സമരത്തിൽ മന്ത്രി വി ശിവൻകുട്ടിയുടെ കോലം കത്തിക്കുകയും രൂക്ഷമായ പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്ത കണ്ണൂരിലെ യുവജന നേതാക്കൾക്കെതിരെ AYF നടപടി തുടങ്ങി. AYF കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും പ്രസിഡന്റും അടക്കമുള്ള നേതാക്കളോട് വിശദീകരണം തേടി. അതിനിടെ CPI മുഖപത്രമായ ജനയുഗത്തിൽ എഴുതിയ ലേഖനത്തിൽ MA ബേബി അഭിനന്ദിച്ച് CPI ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം K പ്രകാശ് ബാബു രംഗത്തെത്തി. MA ബേബി കേരളത്തിൽ ക്യാമ്പ് ചെയ്ത് ഉചിതമായ പരിഹാരം കണ്ടെത്താൻ ശ്രമിച്ചു.
നിർണായക ഇടപെടലുകൾ ഫലം കണ്ടുവെന്നും കെ പ്രകാശ് ബാബു പ്രശംസിച്ചു. ധാരണാപത്രം ഒപ്പുവെച്ച വിഷയത്തിൽ എം.എ. ബേബി അശക്തനും നിസ്സഹായനുമാണെന്ന പ്രകാശ് ബാബുവിന്റെ പ്രതികരണം നേരത്തെ വിവാദമായിരുന്നു. എം.എ. ബേബിക്കെതിരെ നടത്തിയ പരാമർശത്തിൽ പി പ്രകാശ് ബാബുവും ഖേദം രേഖപ്പെടുത്തി. അതേസമയം മന്ത്രിസഭാ ഉപസമിതി രൂപീകരിച്ചത് CPIയുടെ കണ്ണിൽ പൊടിയിടാനാണെന്ന് പ്രതിപക്ഷം പരിഹസിച്ചു. സർക്കാരിന് PM-ശ്രീ പദ്ധതി സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തതയില്ലെന്ന് പ്രിയങ്ക ഗാന്ധി MP. Yes, and they should decide where they stand on these things. It cannot be one foot this side and one foot the other. They should decide and be clear about where they stand. I don't think there's that clarity right now. PM-ശ്രീ പദ്ധതിയിലെ സംസ്ഥാന സർക്കാർ നിലപാടിനെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ വിമർശിച്ചു. പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച മന്ത്രിസഭാ ഉപസമിതിയുടെ പ്രവർത്തനങ്ങൾ വൈകുമെന്നാണ് സൂചന. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. മലപ്പുറത്ത് 9ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് സഹപാഠികളുടെ ക്രൂരമർദ്ദനം. വളവന്നൂർ യത്തീംഖാന വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ 9ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഹർഷിദിനാണ് മർദ്ദനമേറ്റത്. ഇൻസ്റ്റഗ്രാമിൽ റീൽസ് പങ്കുവച്ചതിനെ ചൊല്ലിയുള്ള തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചത്. 15ഓളം വിദ്യാർത്ഥികൾ ചേർന്നാണ് മർദ്ദിച്ചത് എന്ന് കുട്ടിയുടെ മാതാവ് പറഞ്ഞു. ഞങ്ങളെടുത്തുനിന്ന് ഒരു ക്ലാസ്സിൽ ഒരു കുട്ടിയുണ്ട്. ആ കുട്ടീൻ്റെ അടുത്ത് പോകുമ്പോൾ വേറൊരു കുട്ടി വന്നുകൊണ്ട് ഇവനോട് പറഞ്ഞാൽ ഈ ഒന്ന് കോണി സ്റ്റെപ്പ് ഉണ്ട്, അങ്ങോട്ട് വരുമെന്ന് ചോദിച്ചുകൊണ്ടാണ് ഇവനെ കൊണ്ടുപോണത്. അവിടെ ചെന്നപ്പോൾ വേറെ കുട്ടികളൊന്നും കണ്ടില്ല. പിന്നെ ഗ്യാങ്ങായിട്ട് കുറേ കുട്ടികൾ വന്നുകൊണ്ട് ഇവനൊന്നും പറയണതിന് മുന്നേ തന്നെ അവനെ വയറിന് കുത്തിയാലോ. ഫസ്റ്റ് വയറിന് കുത്തി, പിന്നെ മറ്റുള്ള കുട്ടികളെ എടുത്തുനിന്ന് അതുപോലെ തന്നെ വന്നിക്കണ്. പിന്നെ ഒരു ചെക്കന് പിന്നെ ബാക്കിൽ പിടിച്ച് തള്ളിയത് നേരെ ചുമരിന് പോയിട്ട് അവൻ്റെ തല വെച്ചടിച്ച്. അപ്പം തന്നെ അവന് താഴെ കുഴഞ്ഞു വീണ് അവിടെ ഇട്ടിട്ട് ചവിട്ടണത് കണ്ടിട്ടാണ് മാഷ് വന്നിക്കണത്. ഒരാൾ മാത്രമല്ല, ഒരുപാട് കുട്ടികളുണ്ടായത് CCTVയിൽ കാണുമെന്ന് പറഞ്ഞു. സ്കൂളത്തെ CCTVൻ്റെ താഴെ നിന്നിട്ടാണ് ഇവർ ചെയ്യുന്നത്. തലച്ചോറിൻ്റെ ഉള്ളിൽ ബ്ലഡ് കോട്ടിങ് വന്നിട്ടുണ്ട്, 3 വന്നിക്കണമെന്ന് പറഞ്ഞ്. അപ്പോൾ അത് സ്പ്രെഡ് ആവുന്നുണ്ട്. അപ്പോൾ അവർ ICUക്ക് മാറ്റാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സമീർ ബിൻ കരീമുണ്ട് ഇപ്പോൾ മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി. സമീർ, ഈ കുട്ടിയുടെ ആരോഗ്യനില ഇപ്പോഴെങ്ങനെയുണ്ട്? ഇതിലൊരു കേസ് വന്നിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ സമീർ? ഉന്മേഷ്, കുട്ടിയുടെ ആരോഗ്യനില അതുപോലെ തന്നെ ഇപ്പോഴും തുടരുകയാണ്. കോട്ടക്കലിൽ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ് കുട്ടി ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത് എന്നുള്ളതാണ്. വളവന്നൂർ യത്തീംഖാന വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഹർഷിദിനാണ് ഈ ക്രൂരമായ മർദ്ദനമേറ്റിരിക്കുന്നത്. സ്കൂളിലെ തന്നെ സഹപാഠികളായ വിദ്യാർത്ഥികൾ ആണ് കുട്ടിയെ മർദ്ദിച്ചിരിക്കുന്നത്. ആദ്യം ഈ കുട്ടിയെ ഒരു വിദ്യാർത്ഥി വന്ന് ഒരു ഭാഗത്തേക്ക് വിളിച്ചു കൊണ്ടുപോകുന്നു. അതിന് പിന്നാലെ മർദ്ദിക്കുകയും നിലത്തിട്ട് ചവിട്ടുകയും തല ഈ ചുമരിൽ വെച്ച് അടിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ മാതാവ് വ്യക്തമാക്കിയിട്ടുള്ളത്. കുട്ടിയുടെ തലക്ക് ഗുരുതരമായാണ് പരിക്കേറ്റിരിക്കുന്നത് എന്നുള്ളതും ഈ മാതാവ് വ്യക്തമാക്കുകയാണ്. 15ഓളം വിദ്യാർത്ഥികൾ കൂട്ടമായാണ് അക്രമം അഴിച്ചുവിട്ടത് എന്നും ഹർഷിദിന്റെ മാതാവ് നുസ്രത്ത് വ്യക്തമാക്കുന്നു. അതിന് പിന്നാലെ അബോധാവസ്ഥയിലായ കുട്ടിയെ ആംബുലൻസിലാണ് സ്കൂളിലെ അധ്യാപകരും മറ്റുള്ളവരും ചേർന്ന് നിലവിൽ ആശുപത്രിയിൽ എത്തിച്ചതെന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് സ്കൂൾ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടിയിരിക്കുന്ന ഒരു കാര്യം. മാത്രമല്ല, ആശുപത്രിയിൽ നിന്ന് പോലീസിന് ഇന്റിമേഷൻ നൽകിയിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്ന് മൊഴിയെടുക്കില്ല, അത്തരം നടപടിയിലേക്ക് കടന്നിട്ടില്ല എന്നും കുടുംബം ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും ശക്തമായ നടപടി ഈ മർദ്ദനവുമായി ബന്ധപ്പെട്ട് വേണമെന്നുള്ളതാണ് ഈ മാതാപിതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ഇൻസ്റ്റഗ്രാമിൽ ഈ റീൽസ് ഈ വിദ്യാർത്ഥി പങ്കുവെക്കാറുണ്ട്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ചില വിദ്യാർത്ഥികൾ വന്ന് പങ്കുവെക്കരുത് എന്നുള്ള കാര്യം പറയുകയും ചെയ്തിരുന്നു. പിന്നെ ഇതിന് പിന്നാലെയാണ് വീണ്ടും ഈ മർദ്ദനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. സമീർ ബിൻ കരീമാണ് മലപ്പുറത്തുനിന്ന് വിവരങ്ങൾ നൽകിയത്. ഭരണ പ്രതിപക്ഷ എതിർപ്പുകൾക്കിടെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്തു. ചീഫ് ഇലക്ടറൽ ഓഫീസർ SAR ഇന്യൂമറേഷൻ ആദ്യ ഫോം ഗവർണർക്ക് നൽകി. നാളെ ജീവനക്കാരുടെ പരിശീലന പരിപാടികൾ ആരംഭിക്കും. LDFും UDFും ശക്തമായി എതിർക്കുന്നതിനിടെയാണ് ഗവർണർക്ക് എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്തുകൊണ്ട് SAR നടപടിക്രമങ്ങൾ ആരംഭിച്ചത്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കൊപ്പം രാജ്ഭവനിലെത്തിയാണ് ബൂത്ത് ലെവൽ ഓഫീസർ ഗവർണർക്ക് ഫോം കൈമാറിയത്. യോഗ്യരായ ഒരു വോട്ടർമാരെയും ഒഴിവാക്കില്ലെന്ന് ഉറപ്പാക്കണമെന്ന് ഗവർണർ ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചു. വേഗത്തിലും പിശകുകളില്ലാത്തതുമായ വോട്ടർ പട്ടികയ്ക്ക് വേണ്ടി ജനങ്ങളോട് സഹകരിക്കാനും ഗവർണർ അഭ്യർത്ഥിച്ചു. ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ പരിശീലന പരിപാടികൾ നാളെ ആരംഭിക്കും. നവംബർ 4 മുതൽ ഡിസംബർ 4 വരെയാണ് ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ പട്ടിക വിതരണം ചെയ്യുക. BLOമാർ വിതരണം ചെയ്യുന്ന ഫോം വോട്ടർമാർ 2003 വോട്ടർ പട്ടികയുമായി താരതമ്യം ചെയ്ത് പേരുകൾ ഉണ്ടോ എന്ന് ഉറപ്പാക്കണം. പേരുകളുണ്ടെങ്കിൽ വോട്ടർമാർക്ക് മറ്റു രേഖകളൊന്നും സമർപ്പിക്കേണ്ടതില്ല. ഡിസംബർ 9 മുതൽ 2026 ജനുവരി 8 വരെയാണ് തിരുത്താനുള്ള സമയം. ഫെബ്രുവരി 7-നാകും അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക. SIR-നെതിരെ മുഖ്യമന്ത്രി വിളിച്ച സർവകക്ഷി യോഗം ബുധനാഴ്ച ചേരും. 24 തിരുവനന്തപുരം.
ഓണറേറിയം കൂട്ടിയെങ്കിലും സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടരാൻ ആശാ വർക്കേഴ്സിന്റെ തീരുമാനം. തുടർ സമര രീതി നവംബർ 1 പ്രഖ്യാപിക്കും. അതിനിടെ സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പ്രഖ്യാപനത്തെ ചൊല്ലി ഭരണ പ്രതിപക്ഷങ്ങൾ കൊമ്പുകോർക്കുകയാണ്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ജനങ്ങളെ കബളിപ്പിക്കലാണ് പ്രഖ്യാപനമെന്ന് പ്രതിപക്ഷത്തിന് നിരാശയെന്ന് ഭരണപക്ഷത്തിന്റെ മറുപടി. ആശാ വർക്കേഴ്സിന്റെ ഓണറേറിയം 1000 രൂപ വർദ്ധിപ്പിച്ചത് സമരവിജയമായി വിലയിരുത്തുന്നുണ്ടെങ്കിലും സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം ഉടൻ അവസാനിപ്പിക്കുന്നില്ല. ശനിയാഴ്ച സമരപ്രഖ്യാപന റാലി നിശ്ചയിച്ചിട്ടുണ്ട്. തുടർ സമരരീതി അന്ന് പ്രഖ്യാപിക്കും. 1-ാം തീയതി ഈ സമരപന്തലിൽ വലിയൊരു കൂടിച്ചേരൽ നടത്തുകയാണ്. സമര പ്രതിജ്ഞാ റാലി ഈ പന്തലിൽ വെച്ച് ഞങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുകയാണ്. ജനപ്രിയ പ്രഖ്യാപനങ്ങളോടെ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള പോര് കടുത്തു. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം ഓർമ്മിക്കേണ്ട കാര്യമാണ് ക്ഷേമ പ്രവർത്തനങ്ങൾ എന്നാണ് മോഡി ചിന്തിക്കുന്നത്. അത് തന്നെയാണ് ശ്രീ പിണറായി ചിന്തിക്കുന്നത്. 2500 രൂപ കൊടുക്കാം എന്ന് പറഞ്ഞ സ്ഥലത്ത് അവസാനം തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ 400 രൂപ കൂട്ടുന്നത് ആരെ കബളിപ്പിക്കാനാ? നേരത്തെ തീരുമാനിച്ച ക്ഷേമപ്രവർത്തനങ്ങളാണ് നടപ്പാക്കുന്നതെന്നാണ് സർക്കാർ വാദം. എന്ത് ചെയ്താലും കുറ്റം പറയുന്ന പ്രതിപക്ഷത്തോട് ഒന്നും പറയാനില്ലെന്ന് മന്ത്രി VN വാസവൻ. ഏത് നല്ല കാര്യങ്ങൾ പ്രഖ്യാപിക്കുമ്പോഴും നിങ്ങൾക്കറിയാം പല രൂപത്തിലുള്ള വിമർശനങ്ങളുമായിട്ടാണ് എല്ലാ കാലത്തും പ്രതിപക്ഷം വരാറ്. 24 തിരുവനന്തപുരം. 24 ബ്രേക്കിംഗ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ 2 ടേം നിർബന്ധമാക്കി CPIM. തുടർച്ചയായി 2 തവണയിൽ കൂടുതൽ ജനപ്രതിനിധികളായവരെ വീണ്ടും പരിഗണിക്കേണ്ട എന്നാണ് നിർദ്ദേശം. പ്രത്യേക ഇളവ് വേണ്ടവരുണ്ടെങ്കിൽ മേൽക്കമ്മിറ്റികളുടെ അനുമതി വാങ്ങണം. നവംബർ 5 മുമ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കണമെന്നാണ് CPIM കീഴ്ഘടകങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളടങ്ങിയ സർക്കുലർ ജില്ലാ കമ്മിറ്റികൾക്ക് നൽകിയിട്ടുണ്ട്. ഈ സർക്കുലറിലാണ് 2 ടേം നിബന്ധന കർശനമായി പാലിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തുടർച്ചയായി 2 തവണയിൽ കൂടുതൽ ജയിച്ച് ജനപ്രതിനിധിയായവർക്കാണ് മത്സരവിലക്ക്. ആർക്കെങ്കിലും പ്രത്യേക ഇളവ് നൽകേണ്ടതുണ്ടെങ്കിൽ മേൽക്കമ്മിറ്റികളുടെ അനുമതി വാങ്ങണം. ജില്ലാ പഞ്ചായത്ത് കോർപ്പറേഷൻ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഇളവ് പരിഗണിക്കുക സംസ്ഥാന സമിതിയാകും. മറ്റുള്ള തദ്ദേശ സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ ജില്ലാ കമ്മിറ്റിയാണ് ഇളവ് നൽകേണ്ടത്. കൂടുതൽ യുവതിയുവാക്കൾക്കും പുതുമുഖങ്ങൾക്കും അവസരം നൽകുന്നതിന് വേണ്ടിയാണ് 2 ടേം നിബന്ധന കർശനമാക്കുന്നത്. സഹകരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാരെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കില്ല. പ്യൂൺ, വാച്ച്മാൻ, കളക്ഷൻ ഏജന്റ് തസ്തികയിലുള്ളവർക്ക് മാത്രമേ ഇളവുണ്ടാകൂ. ഏതെങ്കിലും സഹകരണ ജീവനക്കാർ മത്സരിക്കേണ്ടത് അനിവാര്യമായി വന്നാൽ ലീവ് എടുക്കണമെന്നാണ് നിർദ്ദേശം. ലോക്കൽ ഏരിയ സെക്രട്ടറിമാർ മത്സരിക്കേണ്ടി വന്നാൽ പകരം സെക്രട്ടറി തിരഞ്ഞെടുത്ത ശേഷമേ അനുമതി നൽകാൻ പാടുള്ളൂവെന്നും CPIM സംസ്ഥാന സമിതി പുറത്തിറക്കിയ സർക്കുലറിൽ പറയുന്നുണ്ട്. R. ശ്രീജിത്ത്, 24 തിരുവനന്തപുരം. ഇടുക്കി ചീനിക്കുഴി കൂട്ടക്കൊലക്കേസിലെ പ്രതി ഹമീദിന് തൂക്കുകയർ വിധിച്ച് കോടതി. സ്വത്തിനു വേണ്ടി സ്വന്തം മകനെയും കുടുംബത്തെയും പെട്രോൾ ഒഴിച്ച് ചുട്ടുകൊന്ന കേസിലാണ് പരമാവധി ശിക്ഷ നൽകിയത്. 82-കാരനായ പ്രതിയുടെ പ്രായം പരിഗണിക്കണമെന്ന ആവശ്യം കോടതി തള്ളി. സത്യം ജയിച്ചെന്ന് പ്രോസിക്യൂഷൻ, അപ്പീൽ പോകുമെന്ന് പ്രതിഭാഗം. 2022 മാർച്ച് മാസം 19-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. അന്ന് ഈ വാർത്ത പുറത്തു വരുന്നത് ഗൃഹനാഥൻ മട്ടൻ കറി കിട്ടാത്തതിന് വീടിന് തീയിട്ടു, വീട്ടിലുള്ള 4 പേർ മരിച്ചു എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ ആ വാർത്തയുടെ യഥാർത്ഥ സംഭവം എന്ന് പറയുന്നത് കൃത്യമായി ആസൂത്രണം ചെയ്ത് ഒരു കൊലപാതകം, 4 പേരെ കൊന്ന സംഭവമാണ് എന്നുള്ളതാണ്. ആലിക്കുന്നിൽ ഹമീദ് എന്ന പ്രതി കൊലപ്പെടുത്തിയത് സ്വന്തം മകൻ മുഹമ്മദ് ഫൈസലിനെയും ഫൈസലിൻ്റെ ഭാര്യ ഷീബയെയും 2 മക്കളെയുമാണ്. 16ഉം 13ഉം വയസ്സുള്ള 2 മക്കളെയുമാണ് കൊലപ്പെടുത്തിയത്. വീട്ടിലേക്കുള്ള വൈദ്യുതി ബന്ധം, അതോടൊപ്പം തന്നെ വെള്ളം കിട്ടാനുള്ള മുഴുവൻ സംവിധാനങ്ങളും ബന്ദ് ചെയ്തതിന് ശേഷം ചെറിയ കുപ്പികളിലാക്കിയ പെട്രോൾ കുപ്പികൾ ഇവർ കിടക്കുന്ന കിടപ്പുമുറിയിലേക്ക് കത്തിച്ചെറിയുകയായിരുന്നു എന്നുള്ളതാണ്. സാങ്കേതികമായ തെളിവുകളുടെയും ശാസ്ത്രീയമായ പരിശോധനയുടെയും അടിസ്ഥാനത്തിൽ പ്രോസിക്യൂഷൻ നിർത്തിയ മുഴുവൻ തെളിവുകളും കോടതി അംഗീകരിക്കുകയായിരുന്നു. മാത്രമല്ല പ്രതിയുടെ പ്രായമടക്കം പരിഗണിക്കണം എന്ന കാര്യം പറഞ്ഞിരുന്നെങ്കിലും പ്രോസിക്യൂഷൻ പ്രധാനമായിട്ടും പറഞ്ഞ അത്തരം കാര്യങ്ങളൊന്നും ഈ വിഷയത്തിൽ പരിഗണിക്കരുത്. കാരണം നിഷ്കളങ്കരായ 2 കുട്ടികളെ അടക്കം ഒരു കരുണയുമില്ലാതെ, ഒരു സഹതാപവുമില്ലാതെ സ്വന്തം മുത്തച്ഛൻ തന്നെ കൊന്ന കേസാണ്. അതുകൊണ്ട് തന്നെ പ്രതിയുടെ പ്രായമടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കരുത് എന്നൊരാവശ്യം കൂടി പ്രോസിക്യൂഷൻ മുന്നിൽ വെച്ചു. പ്രോസിക്യൂഷൻ വെച്ച അത്തരം കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഇന്ന് അഡീഷണൽ സെഷൻസ് കോടതി പ്രതിക്ക് തൂക്കുകയറാൻ തന്നെ വിധിച്ചിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ വീട്ടിൽ തീയിട്ട് അതിക്രമം കാണിച്ച സംഭവത്തിൽ 10 വർഷത്തെ തടവും പിഴയും ചുമത്തിയിട്ടുണ്ട്. മൊത്തം 6 ലക്ഷം രൂപയാണ് പിഴ ചുമത്തിയിരിക്കുന്നത്. പക്ഷേ പിഴ കൊടുക്കേണ്ടത് ആർക്കാണ് എന്ന കാര്യത്തിൽ തീരുമാനം ഇതുവരെ കോടതി പറഞ്ഞിട്ടില്ല. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ ബാധിക്കപ്പെട്ട എല്ലാവരും മരണമടഞ്ഞു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. കൃത്യമായ ആസൂത്രണം ചെയ്ത് നടത്തിയ ഒരു പദ്ധതിയായിരുന്നു ഈ കൊലപാതകം എന്ന് തെളിയിക്കുന്നതിനുള്ള രേഖകളും അതിനൊപ്പം തന്നെയുള്ള തെളിവുകളും
ഈ വീടിന് പരിസരത്ത് നിന്ന് തന്നെ അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. പ്രത്യേക അന്വേഷണ സംഘം AG ലാൽ എന്ന് പറയുന്ന ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ കേസ് അന്വേഷിച്ചത്. 1200 പേജുള്ള കുറ്റപത്രത്തിൽ 71 സാക്ഷികളെയും 82 തുണ്ടിമുതലും കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിരുന്നു. ഇതെല്ലാം അംഗീകരിച്ചുകൊണ്ടാണ് നിലവിൽ കോടതി തൂക്കുകയറിന് വിധിച്ചിരിക്കുന്നത്. അപ്പീൽ പോകും എന്ന് തന്നെയാണ് പ്രതിയുടെ അഭിഭാഷകനും വ്യക്തമാക്കിയിരിക്കുന്നത്. ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി നിരപരാധിത്വം തെളിയിക്കും എന്നതാണ് നിലവിൽ പറഞ്ഞിരിക്കുന്നത്. തന്നെയാണെങ്കിലും വളരെ പ്രമാദമായ ചീനിക്കുഴി കൂട്ടക്കുരുതി കേസിലാണ് ഇപ്പോൾ അഡീഷണൽ സെഷൻസ് കോടതിയുടെ തൂക്കുകയർ എന്ന വിധി വന്നിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയെയും തേജസ്വി യാദവിനെയും കടന്നാക്രമിച്ച് ബീഹാറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണം. രാജ്യത്തെയും ബീഹാറിലെയും അഴിമതി കുടുംബങ്ങളിലെ യുവരാജാക്കന്മാരാണ് ഇരുവരുമെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ പരിഹാസം. മഹാസഖ്യത്തിന് എതിരായ ആരോപണങ്ങൾക്ക് രാഹുൽ ഗാന്ധിയും ഇന്ന് ബീഹാറിൽ മറുപടി നൽകി. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ജൻ സുരാജ് പാർട്ടിയുടെ നേതാവ് വെടിയേറ്റു മരിച്ചു. ബീഹാറിൽ ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള പ്രചാരണം അവസാന ലാപ്പിലേക്ക് കടക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, രാഹുൽ ഗാന്ധി അടക്കം ദേശീയ നേതാക്കൾ കൂട്ടത്തോടെ എത്തി പ്രചാരണത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കുന്ന കാഴ്ച ഇന്ന് ബീഹാറിൽ കാണാൻ കഴിഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും വാക്കുകളിലൂടെ നേർക്കുനേർ ഏറ്റുമുട്ടുകയും ഇന്ന് ചെയ്തു. ഛട്ട് പൂജയുമായി ബന്ധപ്പെടുത്തി രാഹുൽ ഗാന്ധി തനിക്കെതിരെ നടത്തിയ വിമർശനം ഇന്നും പ്രധാനമന്ത്രി തന്റെ പ്രചാരണ റാലിയിൽ ഉന്നയിച്ചു. അമ്മമാരെയും പെങ്ങന്മാരെയും അപമാനിക്കുന്ന തരത്തിലായിപ്പോയി രാഹുലിന്റെ പരാമർശം എന്നതായിരുന്നു മോദി പറഞ്ഞത്. ഛട്ടുപൂജയുമായി ബന്ധപ്പെടുത്തി പ്രധാനമന്ത്രി ചെയ്യുന്നത് അത്രയും വോട്ട് ലക്ഷ്യം വെച്ചായിരുന്നു എന്നതായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വിമർശനം. आप मुझे बताइए, क्या कोई कभी चुनाव में वोट पाने के लिए छठी मैया का अपमान कर सकता है क्या? क्या ऐसा अपमान बिहार सहन करेगा क्या? അഴിമതിക്കാരായ കുടുംബങ്ങളിലെ കൊച്ചു രാജാക്കന്മാരാണ് രാഹുലും തേജസ്വിയുമെന്ന് പ്രധാനമന്ത്രി ഇന്ന് വിമർശിക്കുകയും ചെയ്തു. എന്നാൽ ഛട്ടുപൂജയുമായി ബന്ധപ്പെടുത്തി ഉയർന്ന വിമർശനങ്ങൾ ഇന്ന് രാഹുൽ ഗാന്ധി കടുപ്പിക്കുന്ന കാഴ്ചയാണ് കാണാൻ വേണ്ടി കഴിഞ്ഞത്. യമുന നദിയിൽ താൽക്കാലിക സംവിധാനം ഛട്ടുപൂജയ്ക്ക് വേണ്ടി ഒരുക്കിയത് വോട്ട് ലക്ഷ്യം വെച്ച് മാത്രമാണ് എന്നതായിരുന്നു രാഹുൽ ഗാന്ധി ഇന്ന് നടത്തിയ വിമർശനം. മഹാസഖ്യത്തിനെതിരായി ഉയർന്ന വിമർശനങ്ങൾക്കും രാഹുൽ ഇന്ന് മറുപടി നൽകി. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തി വളരെ ഗുരുതരമായ ചില അക്രമ സംഭവങ്ങളും ഇന്ന് സംസ്ഥാനത്ത് ഉണ്ടായി. അതിൽ പ്രധാനപ്പെട്ടത് മൊഹാമ മണ്ഡലത്തിൽ ജൻ സുരാജ് പാർട്ടി നേതാവായ ദുലാർ ചന്ദ് യാദവ് കൊല്ലപ്പെട്ട സംഭവമാണ്. അവിടുത്തെ സ്ഥാനാർത്ഥിയായ പീയൂഷ് പ്രിയദർശിക്ക് വേണ്ടി പ്രചാരണത്തിനായി എത്തിയതായിരുന്നു ദുലാർ ചന്ദ് യാദവ്. അദ്ദേഹത്തെ വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഈ സംഭവത്തിന് പിന്നിൽ സ്ഥലത്തെ JDU സ്ഥാനാർത്ഥിയായ ആനന്ദ് സിംഗ് ആണ് എന്ന് സുരാജ് പാർട്ടി ഇപ്പോൾ ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഗയയിൽ ഹിന്ദുസ്ഥാൻ അവാം മോർച്ച സ്ഥാനാർത്ഥിയും MLA-യുമായ അനിൽകുമാറിന് നേരെ നാട്ടുകാർ ആക്രമണം നടത്തി. നാട്ടുകാരുടെ ആക്രമണത്തിന് കാരണം MLA ആയിരിക്കെ റോഡ് നിർമ്മിക്കാത്തതാണ് എന്നതാണ് പുറത്തു വന്ന റിപ്പോർട്ടുകൾ. ശബരിമല ശ്രീകോവിൽ കട്ടിളപ്പാളി കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്താൻ പ്രത്യേക അന്വേഷണ സംഘം. അടുത്ത മാസം അറസ്റ്റ് രേഖപ്പെടുത്തി കസ്റ്റഡിയിൽ വാങ്ങാനാണ് നീക്കം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി റിമാൻഡ് ചെയ്തു. 14 ദിവസത്തേക്കാണ് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടത്. ഉച്ചയോടെയാണ് പ്രത്യേക അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റാന്നി കോടതിയിൽ ഹാജരാക്കിയത്. പരാതികളുണ്ടോ എന്ന കോടതിയുടെ ചോദ്യങ്ങൾക്ക് ഇല്ലെന്നായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മറുപടി. അപസ്മാരബാധിതനെന്നും ജയിലിൽ പോകാൻ ബുദ്ധിമുട്ടുണ്ടെന്നും പോറ്റിയുടെ അഭിഭാഷകൻ പറഞ്ഞു. എന്നാൽ വൈദ്യപരിശോധനയ്ക്കുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടെന്ന് പ്രോസിക്യൂഷൻ ബോധിപ്പിച്ചു. പ്രോസിക്യൂഷൻ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടണമെന്ന ആവശ്യമാണ് കോടതിയിൽ ഉന്നയിച്ചത്. ഇത് അംഗീകരിച്ച റാന്നി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയായിരുന്നു. ശബരിമലയിലെ കട്ടിലപ്പാളി കേസിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് SIT സംഘം രേഖപ്പെടുത്തും. അന്വേഷണം 2ാം ഘട്ടത്തിലേക്ക് കടന്നതോടെ 2019-ലെയും 2025-ലെയും ദേവസ്വം ബോർഡ് അംഗങ്ങളെ ചോദ്യം ചെയ്യാനാണ് SIT നീക്കം. ഇതിനായി തെളിവ് ശേഖരണം ആരംഭിച്ചു. ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വാധീനമുണ്ടാക്കിയത് തന്ത്രി കുടുംബത്തെ മറയാക്കിയെന്ന് SIT അന്വേഷണത്തിൽ വ്യക്തമായി. ഈ പരിചയം ഉപയോഗിച്ചാണ് ഇതര സംസ്ഥാനങ്ങളിൽ ധനികരുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി സൗഹൃദമുണ്ടാക്കിയത്. ഇതര സംസ്ഥാനങ്ങളിലുള്ളവർ ധരിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെ മുഖ്യ പൂജാരി എന്നാണ്. 24 പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.